ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തില്ല എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും ഇവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ സ്കൂളുള്ള ദിവസത്തെ രാവിലെയുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പെരുന്നാളിൻ്റെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പി കൂടി ഇൻക്ലൂഡ് ആക്കിയതിന് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കണേ. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വെള്ളാപ്പാന്നിട്ട് ഉണ്ടാക്കുന്നത്. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ വെള്ളാപ്പത്തിൻ്റെ മാവൊക്കെ സെറ്റാക്കി വെക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നേ. വെള്ളാപ്പത്തിൻ്റെ മാവ്, ഇഡ്ഡലിൻ്റെ മാവും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുന്നത് കാണിച്ചിട്ടുണ്ടേനും. അപ്പോൾ അത് കാണാത്തവരെന്തായാലും കയറി കണ്ടുനോക്കണേ. അപ്പോൾ വെള്ളാപ്പത്തിൻ്റെ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് അപ്പം ചുടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ ഗ്യാസിലേക്ക് കുടിക്കാനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ പനിയാണ് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടുവെള്ളമാണ് കുടിക്കാറുള്ളത്. വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്യാസിലേക്ക് ചായം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ റെഡി ആയിട്ടുണ്ട്. ഒരു ഗ്യാസിൽ അപ്പവും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുടിക്കാനുള്ള വെള്ളത്തിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ചെറിയ ജീരകയില്ലേ, അത് ഒരു മണി അങ്ങനെ എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അത് ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ അപ്പം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. വെള്ളാപ്പത്തിൻ്റെ മാവ് റെഡി ആവലില്ല എന്നുള്ള പറഞ്ഞിട്ട് കുറേ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരെന്തായാലും കണ്ടുനോക്കുക, അതേപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കണേ. പിന്നെ മോള് അപ്പം ചുടുന്നത് കണ്ടിട്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സ്റ്റാർ അപ്പം വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സ്റ്റാർ പോലെ അപ്പം ഉണ്ടാക്കി കൊടുക്കല. അപ്പം ഉണ്ടാക്കുന്ന സമയത്തില്ലേ നമ്മൾ പാനിലേക്ക് ഒഴിച്ച് ചുറ്റിച്ച് കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. എന്ന് എന്താ പറയുക, നിറയെ ഇങ്ങനെ ഓട്ട വന്നതിന് ശേഷം മാത്രം മൂടി വെക്കുക. എന്നിട്ട് ഒരു കൂടി വന്നാൽ 1 മിനിറ്റ് അത്ര സമയം വേണ്ടുള്ളൂ കേട്ടോ നമ്മളെ അപ്പം റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പത്തിൻ്റെ കൂടെ ഞാൻ തേങ്ങാപ്പാലിലേക്ക് പഞ്ചസാര ഉപ്പും ചേർത്തിട്ട് അങ്ങനെ വേണമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് തേങ്ങാപ്പാലിലേക്ക് പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കല. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന സമയത്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്താലേ കഴിക്കുള്ളൂ. കഴിക്കാണ്ട് അവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം മൊത്തത്തിൽ എന്തോ ഒരു പോലെ ഉണ്ടാവാം. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ സമാധാനമല്ലേ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചായയും അപ്പമൊക്കെ റെഡിയാക്കിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് നല്ലൊരു ഫ്രൈഡ് റൈസും അതേപോലെ തന്നെ ചില്ലി ചിക്കനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ വേഗം തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം തന്നെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചാൽ വേഗം തന്നെ നമ്മൾ ഈസി ആയിട്ട് എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. എന്തായാലും കയറി കണ്ടുനോക്കുക. കാണാത്തവർ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കി എടുക്കലാന്ന്. ഒരാൾ മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഉള്ളൂ. മൂത്ത ആൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്താ പറയുക അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഞാൻ മോളെ ലഞ്ചൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസും അതേപോലെ തന്നെ ചില്ലി ചിക്കനും പിന്നെ ഈ ഒരു സോസില്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക്. അങ്ങനെ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്നാക്സിന് വേണ്ടിയിട്ട് ഡേറ്റ്സും കുറച്ച് ബദാമില്ലേ അതും കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുടിക്കാനുള്ള വെള്ളം കൂടെ സെറ്റാക്കി വെക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചൂടാക്കിയില്ലേ ആ ഒരു വെള്ളം ഞാൻ ഫാനിൻ്റെ കാറ്റിന് കൊണ്ടുപോയിട്ട് വെച്ചപ്പോൾ അത്യാവശ്യം ചൂടാറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തെല്ലാം നല്ല മഴയല്ലേ ഉണ്ടാവല്. സ്കൂളിൽ പോകുമ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇതെല്ലാം നല്ല മഴയായിരിക്കല്ലേ ഉണ്ടാവാൻ. പക്ഷേങ്കിലില്ലേ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ മഴയുണ്ടോ അല്ലെങ്കിൽ വെയിലാണോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ. അങ്ങനെ ഫുഡ് കഴിക്കലും ഡ്രസ്സ് മാറ്റലും ഒക്കെ കഴിഞ്ഞിട്ട് വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് നേഹ. അപ്പോൾ പോകുന്നതിന് മുന്നായിട്ട് തന്നെ പോണ്ടിലുള്ള മീനുകൾക്കൊക്കെ ഒന്ന് ഫുഡ് ഇട്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫുഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പെരുന്നാളിൻ്റെ മുന്നായിട്ട് തന്നെ ആയതുകൊണ്ട് ഈദ് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ. മെഹന്തി ഇട്ട് കൊടുക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മൈലാഞ്ചിയൊക്കെ സ്കൂളിലേക്ക് കൊണ്ട് പോകുന്നുണ്ട്.
അങ്ങനെ മോള് സ്കൂളിലേക്കെല്ലാം അയച്ചിട്ട് പിന്നെ മുറ്റത്തുനിന്ന് ഇങ്ങനെ കുറച്ച് സമയം ഉരുണ്ട് കളിച്ചിട്ടാണ് കേട്ടോ ഉള്ളിലേക്ക് കയറലുള്ളത്. മഴ മഴയായതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായിട്ട് ചെടിയൊന്നും അങ്ങനൊന്ന് ശ്രദ്ധിക്കലില്ല. കാര്യം മഴ പെയ്യുന്നുണ്ടല്ലോ, പിന്നെ വെള്ളം കൊടുക്കേണ്ട ആവശ്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെടി അങ്ങനെ വലുതായിട്ട് അങ്ങനെ ശ്രദ്ധിക്കലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ സമയത്ത് നമ്മളെ ചെടികളിലെല്ലാം കളകൾ, ആവശ്യമില്ലാത്ത പുല്ലും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് കളയലാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ എന്തായാലും മുറ്റത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ കുറച്ച് സമയം ഇങ്ങനെ മുറ്റത്തുനിന്ന് ഒന്നും പണിയില്ലെങ്കിലും വെറുതെ ഇങ്ങനെ ഉരുണ്ട് കളിച്ചിട്ടാണ് കേട്ടോ ഉള്ളിലേക്ക് കയറാറുള്ളത്. പിന്നെ നോക്കിയ സമയത്താണ് ഈ ഒരു ഭാഗത്തുള്ള ഈ ചെടിയില്ലേ, അത് വല്ലാണ്ടങ്ങ് വളർന്നിട്ട് എന്തോ ഒരു ഡിസോർഡർ ആയ പോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ലെവലാക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നോക്ക്, ചെടി കട്ട് ചെയ്യലും അതേപോലെ തന്നെ ആ ഒരു ഭാഗത്തുള്ള കട്ടിങ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം വേഗം തന്നെ അടിച്ച് വാരി എടുക്കലോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നമ്മളെ ഹാങ്ങിങ് പ്ലാന്റ്സിലെല്ലാം വേർട്ടിക്കൽ ഗാർഡനില്ലേ, അപ്പോൾ അതിൻ്റെ ചെടികളൊക്കെ ഒന്ന് നന്നാക്കി എടുക്കല. അതിൻ്റെ ഉണങ്ങിയ ഇലകളും അതേപോലെ തന്നെ കളർ ചേഞ്ച് ആയിട്ടുള്ള ഇലകളൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ചെടികളെല്ലാം കാണുമ്പോൾ നല്ലൊരു പുതുമ ഫീൽ ചെയ്യട്ടാ, നല്ലൊരു ഫ്രഷ് ഫീൽ ഉണ്ടാവാൻ. ഇപ്പോൾ ചെടിക്ക് എന്തായാലും വെള്ളം നനച്ചു കൊടുക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമാണ് ചെടിക്ക് വെള്ളം നനക്കാറുള്ളത്. ഇപ്പോൾ വെയിൽ വരുന്നതിന് മുന്നായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ, അതായത് മുറ്റടിച്ചു വാരൽ, ഇങ്ങനെ ചെടികളൊക്കെ നന്നാക്കിയെടുക്കൽ. അതായത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഉണങ്ങിയ ഇലകളും അതിനെ കളർ ചേഞ്ച് ആയിട്ടുള്ള ഇലകളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ഒരു ഫ്രഷ് ഫീൽ ആണ് കേട്ടോ നമ്മളെ ചെടികളൊക്കെ ഉണ്ടാവാൻ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വെയിൽ വരുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മളെ പോണ്ടിലുള്ള വെള്ളം നിങ്ങൾ രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, മൊത്തത്തിൽ മോശമായിട്ടുണ്ടേനെ. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മീനുകൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ, അങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് അതിൽ നിന്ന്. അങ്ങനെ വെള്ളമൊക്കെ മാറ്റിയിട്ട് അവരെയും ഹാപ്പി ആക്കിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ചെടികളായാലോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ആ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അതാണ് കേട്ടോ എൻ്റെ ഒരു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം ഇവർ ഓട്ടവും പാച്ചിലും ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളിലുള്ള ജനൽ തുറക്കലും അടിച്ചു വാരലും ഒതുക്കി പെറുക്കി വെക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ ഞാൻ അതിൻ്റെതായ വീഡിയോസൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ള ഇൻഡോർ പ്ലാന്റ് ഇല്ലേ, അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് സമയമായിട്ടുണ്ട്. കുറച്ചധികം ദിവസമായിട്ടാണ് ഇവരിവിടെ വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറെ പ്ലാന്റ്സ് കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും അങ്ങനെ ചെടിൻ്റെ പണിയൊന്നും ഉണ്ടാവില്ല. ഉള്ളിലെ ചെടികളൊന്നും എല്ലാ ദിവസവും ചെടിക്ക് വെള്ളം നനയ്ക്കലോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേങ്കിൽ മുറ്റത്തിറങ്ങുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. നമ്മളെ മുറ്റം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കണ്ണിന് കുളിർമയുള്ള രീതിയിൽ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര രസമല്ലേ. എന്തൊക്കെ സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലും ആ ഒരു ചെടികളൊക്കെ കാണുമ്പോൾ ഇല്ലേ, ആ ഒരു സത്യം പറയാലോ, അത് അനുഭവിച്ചവർക്ക് മാത്രമേ, അല്ലെങ്കിൽ അതിനെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് കേട്ടോ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. വേറെ പണികളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഈ ഒരു ചെടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേങ്കിലില്ലേ, നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ തന്നെ ഒന്ന് ഓണാക്കി എടുക്കണമെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ സന്തോഷമുള്ള അല്ലെങ്കിൽ ഇഷ്ടങ്ങളുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ധാരാളമായിരിക്കും കേട്ടോ. അപ്പോൾ മറ്റുള്ളവർക്ക് ഇടങ്ങാറില്ലാത്ത രീതിയിൽ നമ്മളെ ഇഷ്ടങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ ഹാപ്പി ആക്കിയിട്ട് വെക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, നല്ലൊരു അടിപൊളി പുഡിങ് കാണിച്ചു തരാമെന്ന്. പുഡിങ് എന്നോ ഡെസേർട്ട് എന്നോ എന്ത് വേണമെങ്കിലും പറയട്ടെ. ഇത് നല്ല അടിപൊളിയാണ്. നിങ്ങൾ അവിൽ മിൽക്ക് കഴിച്ചിനാ, അല്ലെങ്കിൽ അവിൽ മിൽക്ക് എന്ന് കേട്ടിനാ, ആ ഒരു രീതിയിൽ ആ ഒരു ടേസ്റ്റിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഒരുപാട് എക്സ്പെൻസീവ് അല്ലാണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ പേരാണ് അവിൽ മിൽക്ക് പുഡിങ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് അവിലാണ് കേട്ടോ. അവിൽ വേണം, പഞ്ചസാര, പിന്നെ നിലക്കടല, അതേപോലെ തന്നെ കാഷ്യൂ നട്ട്, പാല്, പഴം, പാൽപ്പൊടി, ഗീ, മിൽക്ക് മെയ്ഡ്, പിന്നെ 5 രൂപൻ്റെ ആ ഒരു ബൂസ്റ്റിൻ്റെ പാക്കറ്റില്ലേ അതെടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ആവശ്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഏലക്കായൻ്റെ പൊടി വേണം. പിന്നെ കറുത്ത ഉണക്കമുന്തിരില്ലേ അതും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂണ് വെള്ളമില്ലേ സാദാ പച്ചവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ആ ഒരു പഞ്ചസാര മെൽറ്റ് ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് നിറയെ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഗീ ഇല്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട്. മൊത്തത്തിലൊന്ന് യോജിച്ച് കിട്ടുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള നിലക്കടലയില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എടുത്ത് വെച്ചിട്ടുള്ള ഉണക്കമുന്തിരിയില്ലേ അതും കൂടെ ഇട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. പിന്നെ നമ്മുടെ പുഡിങ്ങിൻ്റെ മെയിൻ താരമായിട്ടുള്ള അവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിൽ 1.5 കപ്പ് അളവിലുള്ള അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ എല്ലാവരും ഏലക്കായ് വിരോധികളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏലക്കായൻ്റെ ഫ്ലേവർ കുറച്ചും കൂടെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അവിലും നട്ട്സും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ക്രിസ്പി ആവുന്നത് വരെ വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ വറുത്ത് കഴിഞ്ഞാൽ ചൂടോടെ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. കുറച്ച് മാത്രം ബാക്കി വെച്ച് ബാക്കിയുള്ളത് ഇതേപോലെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മാത്രം നമ്മൾ പുഡിങ്ങിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇതേപോലൊരു സാധനം വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലാസ് ഉണ്ടാവില്ലേ അല്ലെങ്കിൽ അടി പരന്ന പാത്രം ഉണ്ടാവില്ലേ അത് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് അമർത്തി സെറ്റാക്കി കൊടുത്താൽ മതിയേ. പിന്നെ ഇല്ലേ നമ്മൾ പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നേരത്തെ കാണിച്ചിട്ടില്ലേ അത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ഒന്നാമത്തെ ലെയർ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു പാക്കറ്റ് പാല് മൊത്തത്തിൽ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പാലിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂണ് കോൺഫ്ലോറാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നേരത്തെ സാധനങ്ങളൊക്കെ കാണിച്ചിട്ടില്ലേ അപ്പോൾ അതിൽ കോൺഫ്ലോർ വെക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൺഫ്ലോർ ഇട്ടതിന് ശേഷം എടുത്ത് വെച്ചിട്ടുള്ള പാൽപ്പൊടിയില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട്. 20 രൂപൻ്റെ പാക്കറ്റ് പാൽപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡില്ലേ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ മൊത്തത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കൈ എടുക്കാണ്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് കട്ട പിടിച്ച പോലെല്ലാം തോന്നും, പേടിക്കണ്ട. അത് ചൂടായി വരുന്ന സമയത്ത് എല്ലാം കൂടെ മെൽറ്റായിട്ട് അങ്ങനെ കിട്ടിക്കൊള്ളും കേട്ടോ. പിന്നെ കൈ എടുക്കാണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. പിന്നെ ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടിട്ടാ നമ്മളെ പുഡിങ്ങിൻ്റെ മിക്സ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ പഴമാണ്. ഒരു 4 ചെറിയ പഴം. ഈ ഒരു പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനിവിടെ പൂവമ്പഴം എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിലെല്ലാം എന്താ പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് പറയണേ. അപ്പോൾ അത് ഒരു 4 പഴം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ നമ്മൾ നേരത്തെ ഒന്നാമത്തെ ലെയർ സെറ്റാക്കി വെച്ചിട്ടില്ലേ അതിൻ്റെ മേലെയായിട്ട് 5 രൂപൻ്റെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൊടി ഇതേപോലെ മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെയായിട്ട് നമ്മുടെ പാലിൻ്റെ മിക്സ് രണ്ടാമത്തെ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ ആവുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ചൂടോടെ തന്നെ ഇടണം കേട്ടോ, എന്നാലേ നമ്മളെ പുഡിങ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ അത് മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് അവിലിൻ്റെ ആ ഒരു മിക്സില്ലേ അത് ബാക്കി വെച്ചിട്ടുണ്ടേനു. അപ്പോൾ അതും കൂടെ ഇതേപോലെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് മൊഞ്ചാക്കി എടുത്തിട്ടുണ്ട്.
നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുഡിങ്. നല്ല ഹെൽത്തിയാണ്. ഇടയ്ക്കൊക്കെ മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുട്ടികൾക്ക് പോലും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയ സമയത്ത്. പിന്നെ ഞാൻ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് ചെറീസും കൂടെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചൂടാറി കഴിഞ്ഞാൽ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ച് ഒരു 4-5 മണിക്കൂർ വരെ നമ്മൾ പുഡിംഗ് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയില്ല. പെരുന്നാളിന് വന്ന സമയത്ത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടേനെ. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഒരുപാട് ചിലവൊന്നും ഇല്ലാണ്ട് എന്താ പറയുക, നല്ല അടിപൊളിയാക്കിയിട്ട് ഉണ്ടാക്കിയതാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക, അഭിപ്രായമെല്ലാം പറയാം. പെരുന്നാൾ കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് ആരും ഉണ്ടാക്കാണ്ടൊന്നും നിൽക്കണ്ട, ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് തരിക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. എന്തെങ്കിലും ഒരു ഇമോജിയെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കണേ പ്ലീസ്. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, ബൈ.